ഈ ഹൃദിന്റെ ജയ് ജേണി നമ്മളൊരു സിനിമയാക്കിയിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കാതെ ഇപ്പം നരിവേട്ട വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ എന്തായിരിക്കും ആ ജേണിക്ക് ഹൃദിൻ കൊടുക്കുന്ന പേര്? ആടുജീവിതം. ഹോസ്റ്റലിലേക്ക് പോകുമ്പോ കുറെ ഓർമ്മകൾ ഇങ്ങനെ വരുന്ന ആരായിരിക്കും. ഓർമ്മകളൊക്കെ അയലവർക്കും അല്ലേ? അതല്ലേ. ഹായ്, എൻ്റെ കൂടെയുള്ളത് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം ഹൃദിനാണ്. നിങ്ങൾ പലതവണ കുട്ടിയെ നമ്മുടെ ചാനലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഹൃദിൻ ഇന്നത്തെ വരുന്ന 2 മധുരങ്ങളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ് ഹൃദിൻ? അതിന് പറഞ്ഞോട്ടെ. ജെയ് അഡ്വാൻസും കുസാറ്റിനും. യെസ്, ജെയ് അഡ്വാൻസ്ഡിന്റെ റാങ്ക് എത്രയായിരുന്നു? കാറ്റഗറി 143. യെസ്, കാറ്റഗറി 143 റാങ്ക്. അതോടെ തന്നെ കുസാറ്റ് കാറ്റഗറി റാങ്ക് നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടി പറ്റോ? എത്ര പറയൂ? ഫസ്റ്റ്. യെസ്, 1ാം റാങ്ക്. ഓക്കെ, ഓൾ ഇന്ത്യ റാങ്ക് 1 അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ ഹൃദിൻ. അപ്പോൾ ഹൃദിന്റെ നിങ്ങളിൽ കൂട്ടത്തിലെ പല ആൾക്കാരും ഈ സമയത്ത് പ്രത്യേകിച്ച് ഹൃദിന്റെ അനുഭവങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഹൃദിൻ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്ത ആളാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ജെയ് കഴിഞ്ഞിട്ട് സൈലം സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പിന്നെ വളരെ സേഫ് സോണിലായിരുന്നു അല്ലേ? അല്ലെ, അന്ന് കീം റാങ്ക് എത്രയായിരുന്നു? കാറ്റഗറി കീം സെക്കൻഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ജെയ്ക്കും നല്ല പെർസെന്റിലൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തനിക്ക് IIT തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ IITയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന അൽ ഹൃദിനാണ് കൂടെയുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോൾ കീമിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സേഫ് ആയല്ലോ, എനിക്ക് CET കിട്ടുമല്ലോ, അല്ലെങ്കിൽ GEC കിട്ടുമല്ലോ, TKM കിട്ടുമല്ലോ, അതിൽ ഞാൻ കംഫർട്ട് സോൺ നിന്നാൽ പോരെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരോടാണ് ഹൃദിന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഓക്കെ ഹൃദിൻ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വർഷം സേഫ് സോണിലായിരുന്നല്ലോ. ഈ സേഫ് സോൺ റിപ്പീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്തോ? നാട്ടിൽ നിന്നുള്ളവര് കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് പോകുന്നത്. പക്ഷെ എനിക്കറിയായിരുന്നു ഇങ്ങനെ ചെയ്താലേ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, IIT കയറണം. IIT കയറുന്ന അതിയായ ആഗ്രഹമായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ നിങ്ങളെയും ചിലപ്പോൾ ഇതേപോലെ ഡീമോട്ടിവേഷൻസ് വരാം. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എന്താക്കാൻ നോക്കാം, എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ജേണി? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സേഫ് സോൺ സമയത്ത് ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അത് അയ്യോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ആദ്യമൊന്നും അത്ര കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറയും. അപ്പൊ ഇങ്ങനെ പേടിക്കും, വേണമായിരുന്നോ പക്ഷെ കുഴപ്പമില്ല. പിന്നെ എക്സാം എഴുതുമ്പോഴത്തേക്ക് ശരിയാവും. ഓക്കെ, അല്ല അപ്പൊ എക്സാം എഴുതുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായത്. അല്ല ആ ടെൻഷൻ എങ്ങനെ ഓവർകം ചെയ്ത്? ഞാൻ ബേസിക്കലി വീട്ടിൽ വിളിച്ചിട്ട് ഇതാക്കായിരുന്നു. അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സിനോട് ഒന്ന് മിണ്ടി അവരൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നു. പിന്നെ NS മാം ഇടക്കിടക്ക് ഹോസ്റ്റലിൽ വരുമ്പോൾ ഇങ്ങനെ മിണ്ടി, അല്ലെങ്കിൽ സാറന്മാരൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യണ്ടേ ഈ ഭാഗത്ത് ഈ എക്സാമിന് മാർക്ക് പറഞ്ഞു. അപ്പൊ എങ്ങനെ കൂടുതലുള്ള ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടിങ് ആയിരുന്നു? അതെ, കൂടുതൽ ഫ്രണ്ട്സ് എൻ്റെ കൂടെ തന്നെ +2 പഠിച്ച ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് പുതിയ ആൾക്കാർ വന്നു, അവരൊക്കെ നല്ല കമ്പനി തന്നെയായിരുന്നു, നല്ല സപ്പോർട്ട്, ഒരുമിച്ച് ഇരുന്ന് പഠിക്കും. ഹൃദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജെയ് മെയിൻ കഴിഞ്ഞു, അഡ്വാൻസ് കുസാറ്റൊക്കെ റിസൾട്ട് വന്നു, കീമിന്റെ റിസൾട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്നിട്ടില്ല. അപ്പൊ ഈ ജേണിൽ ആരൊക്കെയായിരുന്നു ഹൃദിനെ സ്വാധീനിച്ച്? ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് തന്നെ ആയിരുന്നു. മെയിൻലി എന്നെ മാത്സ് പഠിപ്പിച്ച ഇക്ബാൽ സാറായിരുന്നു ആദ്യം മുതൽ തന്നെ. എന്തെങ്കിലും ഇടക്കിടക്ക് വിളിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പ്രശ്നം വരുമ്പോൾ അതൊക്കെ +1 മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു, സാർ തന്നെയായിരുന്നു. പിന്നെ കൂടെ മെന്റർമാര് കൂടെ ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ്, പാരന്റ്സും ഉണ്ട് നല്ലോണം. അപ്പം അവരൊക്കെയാണ് സ്വാധീനിച്ചത് അല്ലേ? അപ്പൊ നമ്മുടെ സിസ്റ്റം എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്? സൈലത്തിന്റെ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? DPPs വരും, ക്ലാസ്സുകൾ വരും, അതോടൊപ്പം തന്നെ എക്സാംസ് വരും. അതൊക്കെ എങ്ങനെയായിരുന്നു സ്വാധീനിച്ചത്? DPPs ക്ലാസ് തന്നെ ടീച്ചർമാർ ചെയ്യുന്ന, അതായത് ചെയ്തു തരുന്ന പോലെ ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ ചെയ്തു തരുന്നത്. അതായത് നമ്മളെ കൊണ്ട് എന്താ സംഭവം എന്നൊന്ന് പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയായിരുന്നു അവർ ഫോളോ ചെയ്തത്. അപ്പം ബേസിക്കലി എന്താക്കാ, ക്ലാസ്സിൽ തന്നെ പഠിച്ച സംഭവം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും DPP നിന്ന്. പിന്നെ അതിന്റെ എക്സാംസ് ഒക്കെ എഴുതുമ്പം ആ ഭാഗം ഒന്ന് ക്ലിയർ ആയി കിട്ടും. DPP സപ്പോർട്ടീവ് ആയിരുന്നോ? അതെ, അത് ഇപ്പം ഓരോ ലെവലായിരുന്നു DPP കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായത്. അതായത് ആദ്യം ബേസിക്സ് അത് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് തിങ്കിങ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഹെൽപ്പ് വേണം, പിന്നെ ഹെൽപ്പ് വേണമെങ്കിൽ ടീച്ചർമാർ സപ്പോർട്ട് ചെയ്യാതനുസരിച്ചിട്ട്.
ഓക്കെ. അപ്പം പിന്നെ അത് മെയിൻ്റെ ആണെങ്കിലും അഡ്വാൻസിന് അഡ്വാൻസ്ഡിന്റെ ആണെങ്കിലും ആണെങ്കിലും ഉം. ആയിരുന്നല്ലേ. ഉം. നമ്മൾ DPP-യിലെ ക്വസ്റ്റ്യൻസ് മെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? PYQs ആണ് മെയിൻലി ഉണ്ടാവുക. ആ അല്ല മീൻസ് നമ്മൾ 2025 വന്നിട്ടുണ്ടായിരുന്നോ? 2025 അതേ ടൈപ്പ് അതേ ടോപ്പിക്സ് നടക്കുന്നുണ്ടെങ്കിൽ അതേ ടൈപ്പ് തന്നെ ആയിരിക്കും എപ്പോഴും. അതേ ടൈപ്പ് തന്നെ എനിക്ക് എപ്പോഴും മെയിൻസിന് എപ്പോഴും അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. വന്നുകൊണ്ടിരിക്കുക അല്ലെ. കാരണം അഡ്വാൻസ് നമുക്ക് ഒരു പറയാൻ പരിധിയുണ്ട് പറ്റില്ല. അല്ലെ. ഓക്കെ. കാരണം അത്രയും നമ്മൾ DPP അത്രയും നമ്മൾ പറയുന്നത് LMRP മെറ്റീരിയൽ എല്ലാം മാറുന്നുണ്ട്. അല്ലെ. അപ്പൊ അതേ ക്വസ്റ്റ്യൻസ് തന്നെ എന്താക്കാറുണ്ട്, അത് വരാറുണ്ട് എന്നുള്ളത് ഒരു പിന്നെ ലൈവ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആ. അപ്പൊ ഇനി ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം. ഉം. അല്ല അങ്ങനെ അല്ല, ചെയ്യണ്ട. okay. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല. അതായത് എന്തൊക്കെ തെറ്റുകളാണ് ഇനി തിരുത്താനുള്ളത്? ആഹ് ചില ചാപ്റ്റേഴ്സ് കുറച്ച് കോൺഫിഡൻസ് കൂടുതലും അപ്പം ഉം, കൂടിയ പോലെയൊക്കെ അപ്പം ആ ഉം, ചാപ്റ്റേഴ്സ് എന്താക്കും സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു മാക്സിമം. ഉം, ഉം, ഒന്നും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അറിയാലോ. ഉം, പക്ഷെ അത് പിന്നെ എക്സാം വരുമ്പോൾ ചിലപ്പോൾ ആ ടോപ്പിക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എക്സാം കൊണ്ട് നിങ്ങൾ എത്തുക, ഉം. അയ്യോ ഇത് ഓർമ്മ പഠിപ്പിച്ചായിട്ടുണ്ടോ മറന്നു പോകുന്നത്. അപ്പം ഇഗ്നോർ ചെയ്യാണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും മാക്സിമം നോക്കണം. ആ, അതാണ്. വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സബ്ജക്റ്റോ ഏതെങ്കിലും പിന്നെ ഇതൊക്കെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ടോപ്പിക്സ് ടോപ്പിക്സ് ഫിസിക്സിൽ മെക്കാനിക്സ് ഒന്നും കൂടെ നല്ല വൃത്തിയൊന്ന് നോക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു. അത് നോക്കാൻ പറ്റിയില്ല അധികം. നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇല്ല, അല്ലെ. ഇല്ല. അപ്പൊ അതായത് നോബഡി ഈസ് പെർഫെക്റ്റ്. ഉം. ഈ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ ഇപ്പം ടോപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അപ്പോഴും പുള്ളിക്കാരൻ എന്തായിട്ടില്ല, എല്ലാ ടോപ്പിക്കിലും അന്ന് മാസ്റ്റർ അല്ല അത് അങ്ങനെയാണ്. കാരണം ഈ ടോപ്പർ എന്ന് പറയുമ്പോൾ എല്ലാ ടോപ്പിക്കും പഠിച്ച ആളാവണമെന്നില്ല, നിർബന്ധമില്ല. മനസ്സിലായില്ല. അപ്പൊ നിങ്ങളിപ്പം +2 കഴിഞ്ഞിട്ട് ചില മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണ് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഉള്ളത് സ്ട്രോങ് ആക്കി പഠിക്കുക അല്ലെ. ഉം. അപ്പൊ ഇല്ലാത്തത് നമ്മൾ മാക്സിമം നമ്മളെ പോലെ പറ്റുന്ന level പോലെ എത്തിച്ച് എന്താക്കുക, വെക്കുക. ലെവൽ എത്തിക്കുക എന്നുള്ളതാണ് അത് പറയാനുള്ളത്. ഓക്കെ. അടുത്തൊരു ഫൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇപ്പം ഈ ഹൃദിന്റെ ജയ് ജേണി നമ്മളൊരു സിനിമയാക്കിയിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കുക. ഇപ്പം നരിവേട്ട വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ എന്തായിരിക്കും ആ ജേണിക്ക് ഹൃദിൻ കൊടുക്കുന്ന പേര്? ആടുജീവിതം. അതൊരു ആടുജീവിതം എന്ന് പറയാം. അത്ര ഒരു എന്താ പറയാ സഫറിങ് അത്ര എക്സ്ട്രീം എത്തിയില്ലെങ്കിലും ഇടക്കിടക്ക് അല്ല സഫറിങ് നമ്മള് ആ. പിന്നെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കയറി പോകാൻ പറ്റും. വേണ്ടി പറ്റുള്ളൂ അല്ലെ. ഓക്കെ ആയിക്കോട്ടെ. അടുത്തൊരു ദിവസം ചോദിക്കാം. ഇപ്പൊ ജയ് അഡ്വാൻസ്ഡ് അല്ലെ, അവസാനത്തെ എക്സാം ഏതായിരുന്നു? ജയ് അഡ്വാൻസ്ഡ് ജയ് ആയിരുന്നു. അഡ്വാൻസ്ഡ് ആയിരുന്നു. അഡ്വാൻസ് അല്ലെ. അഡ്വാൻസ്ഡും കഴിഞ്ഞ ആ പെൻ അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ വീട്ടിലെത്തി ആദ്യം ചെയ്ത കാര്യം എന്തായിരുന്നു? കൊറേ സിനിമ ഇതൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. സിനിമയാണോ അല്ല സിനിമ സീരീസ് സിനിമ എല്ലാം കൂടി ഉം. ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സേവ് ചെയ്തിട്ട് കാണുമെന്ന് പറഞ്ഞിട്ട്. ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങി. കണ്ടു തുടങ്ങി, ഉഷാറാക്കി. ഓക്കെ. അപ്പോട്ടെ. അപ്പോ പിന്നെ റെഡി. അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്നാലും ഈ ജേണിയില് ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ സംതിങ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും സാക്രിഫൈസ് ആണ് എന്തായിരിക്കും? ഫാമിലിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അതിപ്പോ IIT എത്തിയാലും നടക്കൂല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വീട് വിട്ട് നിൽക്കുന്ന ആക്ച്വലി ഇവിടെ വന്നിട്ടാണ്. അത്ര കാലം ഫുള്ള് ഫാമിലിനൊപ്പമായിരുന്നു. പിന്നെ അല്ല അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ നിന്നുണ്ടായിരുന്നു. വീട്ടിലൊന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയാസ് സോഷ്യൽ മീഡിയ ഒഴിവാക്കി അല്ല, അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഫാമിലി മിസ്സിംഗ് ആയിരുന്നു അല്ലെ. ഇല്ല കുഴപ്പമില്ല, നമുക്ക് അത് IIT എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു ഫാമിലിയാണ് അവിടെ. ഓക്കെ. അപ്പോ അങ്ങനെ ഇവിടെ ഇപ്പം ഫ്രണ്ട്സും ഇതൊക്കെ ആയിട്ട് വേറെ തന്നെ ഒരു നിങ്ങൾ സാധാരണ നമ്മുടെ സാഹിത്യത്തിന്റെ ക്യാമ്പസിലേക്ക് വരുത്തുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി വരുത്തുന്നുണ്ട്, കോഴിക്കോട് ക്യാമ്പസിലേക്ക്. അപ്പൊ പിന്നെ അത് ഇപ്പം അതും ഇപ്പൊ ഇന്ന് വന്നല്ലോ, ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ വന്നല്ലോ. ഓക്കെ. അപ്പൊ ആ രണ്ടിനുള്ള വ്യത്യാസം എന്താണ്, മെന്റാലിറ്റി ഉള്ള വ്യത്യാസം എങ്ങനെയാ? ഇപ്പം എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാല് ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷത്തെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നമ്മള് ഓഡിയൻസിന്റെ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ സ്റ്റേജിൽ ടീച്ചർമാര് സ്റ്റുഡൻസ് കാണുന്നു. അപ്പൊ സ്റ്റുഡൻസ് ഇങ്ങനെ ഫൈനലി ഇതൊക്കെ അച്ചീവ് ചെയ്തു. ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കായിരുന്നു എപ്പോഴെങ്കിലും ഇവിടെ എത്താൻ പറ്റുമോ അങ്ങനെ. പിന്നെ ഇപ്പം വന്നപ്പോന്ന് വെച്ചാല് ലൈക്ക് അച്ചീവ് ചെയ്തു ആഗ്രഹിച്ചത് ആ സംഭവം. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, മുമ്പ് നമ്മൾ സൈഡിലൂടെ നടന്നു പോയതാണ്, ഇപ്പൊ നടുക്കെ കൂടെ നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, അതാണ് ദാറ്റ് ഈസ്. ഓക്കെ. അത് സൈലത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ക്യാമ്പസിലൂടെ മാത്രമല്ല മക്കളെ, ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നെഞ്ചു വിരിച്ച് നടക്കാൻ വേണ്ടി പറ്റും അല്ലെ. സംതിങ് നമ്മൾ ഇതേപോലെ തന്നെ ആടുജീവിതമായിട്ട്. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലേക്ക് ഇനി പോവാണെങ്കിൽ എന്തായിരിക്കും ഫീല്? ഹോസ്റ്റലിലേക്ക് കാണുന്ന നൊസ്റ്റാൾജിയ അടിക്കും, എല്ലാം രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം ഹോസ്റ്റൽ ലൈഫ് ഇപ്പൊ പഠിച്ച ഹോസ്റ്റലിലേക്ക് പോകുമ്പോ കുറെ ഓർമ്മകൾ ഇങ്ങനെ വരുന്ന മാതിരിയായിരിക്കും. ഓർമ്മകളൊക്കെ അയലവർക്കും അല്ലെ. എന്നിട്ട് വേറെന്താണ്, കൊറേ ഫോട്ടോസ് എടുത്ത
പോകുന്ന സമയത്ത് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി ഇങ്ങനെ നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിട്ട് നിന്നതാണ്. അല്ല പിന്നെ വേറെ നിങ്ങൾ എന്തിനാണ് സൈലം അവാർഡ്സ് ഒക്കെ നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അവിടെ നിൽക്കുന്ന സമയത്ത് അടുത്ത വർഷത്തെ അവാർഡിന് അവിടെ വന്ന് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഡോക്ടർ പറഞ്ഞത് പിന്നെ അതായത് അനന്ത് സാർ പറഞ്ഞത് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്നതാണ്. അത് കേട്ടിരുന്നോ? ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം ബീച്ചിൽ വെച്ച് വാങ്ങുന്ന സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? ആ സമയത്ത് നമ്മളെല്ലാ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചായിരുന്നു അടുത്തെല്ലാം നമുക്ക് യെസ്. ഓക്കെ, അതാണ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്താക്കുന്നത് ഇതുപോലത്തെ അവാർഡ്സും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ ആഗ്രഹിക്കണം. ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പറയുന്നത് അല്ലേ. അത് അടുത്ത തവണ ഞാൻ ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ മോട്ടിവേഷൻ വേണം. ഇനി അടുത്ത ചോദിക്കട്ടെ, ഇപ്പം ഹൃദിൻ സൈലത്തിന്റെ സിസ്റ്റത്തിലൂടെ പോയ ആളാണ് അല്ലെ. അപ്പൊ എന്താണ് സൈലത്തിന്റെ സിസ്റ്റം, ആർക്കൊക്കെ ഇത് ബെനിഫിഷ്യൽ ആവും? ഞാൻ ചോദ്യം ഇതാണ്. ആർക്കൊക്കെ മീൻസ് നമ്മൾ കുട്ടികളിൽ ഇപ്പം +2 മാർക്കിന്റെ ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, മാർക്കിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ, ബാക്കി നമ്മൾ അങ്ങനെ കാറ്റഗറി ചെയ്യില്ല. മാർക്കിന്റെ ബേസ് നോക്കുകയാണെങ്കിൽ ടോപ്പർ ലെവലിലെ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ സാധാരണ ലെവലിലെ കുട്ടികളുണ്ടാവും, അല്ലെ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടാവും. അപ്പം ആർക്കാർക്കും ഇത് ബെസ്റ്റ് ആയിട്ട് പറ്റുക എന്നാണ് അതിന്റെ അഭിപ്രായം? മാർക്ക് അതല്ലാണ്ട് താല്പര്യമുള്ളവർ, അതായത് പഠിച്ചിട്ട് ഇങ്ങനത്തെ കോഴ്സ് അല്ലെങ്കിൽ ബേസിക്കലി നല്ല കോളേജ് പഠിക്കണം, അല്ലെങ്കിൽ വേറൊരു ഡ്രീം ഉണ്ട്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വർക്കാണ്. താല്പര്യമുണ്ട് പഠിക്കാൻ. അതിന്റെ കാരണം എന്താണ്? അത് പറയാൻ കാരണം എന്താ അങ്ങനെ? എല്ലാം പഠിപ്പിച്ചത്, അതായത് ബേസിക്കലി ഒന്നും അറിയില്ലെങ്കിലും അവിടെ മുതൽ തന്നെ നമ്മൾ ചോദിച്ച ഹെൽപ്പ് ആവശ്യപ്പെട്ടാല് അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്തു തരാം. ഓക്കെ, ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ബേസ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മുകളിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലെ. കാരണം നമ്മൾ ആദ്യം ബേസ് ഫണ്ടമെന്റ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടാണ് അല്ല, അത് ഞങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികളോട് പറയുന്നതാണ്. പക്ഷെ ഒരു കുട്ടി തന്നെ പറയുമ്പോഴാണ് അത് കൂടുതലായിട്ടും എന്ത് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കും പഠിക്കാം അല്ലെ, നല്ല മാർക്കുള്ളവർക്കും എന്താക്കാം, പഠിക്കാം. ഇനി ഇത്ര +2 കാരണം ഈ വർഷം ആ 75% ക്രൈറ്റീരിയ ആണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഇപ്പൊ ചാനൽ കോർഡിനേറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴും കമന്റ് വരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ കാരണം കഴിഞ്ഞ വർഷത്തെ +2 പരീക്ഷയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ 95 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ വർഷത്തെ കുറച്ച് ടൈറ്റ് ഒക്കെ ആക്കിയത് കൊണ്ടാണ് അങ്ങനെ എന്താക്കിയത്, ഇങ്ങനത്തെ വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ബേസ് മുതൽ എന്താക്കും, ഇവിടെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ GIBs എങ്ങനെയായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നോ? GIBs മന്ത്ലി ഉണ്ടാകുന്ന GIBs ജെയ് മെയിന് വേണ്ടി ആ ടൈം മാനേജ്മെന്റ് അതൊക്കെ ശരിയാക്കാൻ വേണ്ടി മാത്രം ഹെൽപ്പ് ചെയ്തു. അടുത്തത് കാസർഗോഡല്ലേ വീട്? കാസർഗോഡ് എവിടെയായിരുന്നു? കാസർഗോഡ് നീലേശ്വരം. നീലേശ്വരത്താണല്ലേ. അപ്പൊ നീലേശ്വരത്ത് നിന്ന് ഒരു കുട്ടി ചോദിക്കുകയാണ് എവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാ? അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് സൈറ്റിലോട്ട് വന്നോട്ടെ. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുണ്ട്, ഫോഴ്സ് ചെയ്തിട്ട് വന്നിട്ട് ആ ഒരു സ്ട്രെസ് അവര് ഇതെടുക്കാൻ ഇതാക്കുന്നില്ല. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. തീരെ ഇഷ്ടപ്പെടാത്ത ഫിസിക്സിലെ ചാപ്റ്റർ? ഫിസിക്സിലോ ഫ്ലൂയിഡ്സ്. പിന്നെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ? കെമിസ്ട്രിയില് ഇനോർഗാനിക് ബേസിക് മൊത്തത്തിൽ പറയാം. മാത്സിൽ ഇഷ്ടപ്പെട്ട ചാപ്റ്റർ? മാത്സ് ഇഷ്ടപ്പെട്ട ചാപ്റ്ററോ? അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. അതെന്താ, ചെറിയൊരു പാടല്ലേ? സിമ്പിൾ ആണ്. അതുകൊണ്ടല്ലേ. ഈ ഇഷ്ടപ്പെടാത്ത ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തെടുത്ത്? ക്വസ്റ്റ്യൻസ് PVK മൊത്തം സോൾവ് ചെയ്തെടുത്തു. അപ്പൊ ഏകദേശം ഇഷ്ടമല്ലെങ്കിലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. അപ്പോ അടുത്തത് എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പ്രിപ്പയറിംഗ് കാണുന്ന സ്ട്രെസ് ഒന്നും ഉണ്ടായിട്ടില്ല? എക്സാംസ് എത്രയോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എക്സാം കുറെ എഴുതിയോണ്ടാണോ? എത്ര എക്സാംസ് ഏകദേശം എഴുതിയിട്ടുണ്ടോ? എണ്ണി വെക്കാനോ? 60+. ഫുൾ ടോപ്പിക് ആണോ? ഫുൾ ടോപ്പിക് അല്ല, പാർഷ്യലായിട്ടും ഫുൾ ടോപ്പിക്സ് ഉൾപ്പെടെ 60%. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഒന്നും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? കൂളായിട്ട്. അപ്പം പിന്നെ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അതിനോട് ഒരുപാട് എക്സാംസ് എഴുതലാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിയല്ലേ? യെസ്. ഓക്കെ. പിന്നെ അതോടൊപ്പം ജെയ് കഴിഞ്ഞിട്ട് അഡ്വാൻസ് എഞ്ചിനീയറിംഗ് ആയിട്ട് ഓക്കെ, എന്താണ് ആദ്യം ചെയ്യാൻ? ഇപ്പൊ ഫസ്റ്റ് സാലറി ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ ആദ്യം ചെയ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പോട്ടെ, IIT എത്തിയിട്ട് ആദ്യം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നല്ല ഫ്രണ്ട് ഗ്രൂപ്പ്സിലേക്കൊന്ന് ഇതൊക്കെ ഫ്രണ്ട്സ് കമ്പനി ആക്കാന്നാണ് അത് തന്നെ. ഫ്രണ്ട്സ് അല്ല, അക്കാഡമിക്കലി എന്താ ആഗ്രഹിക്കുന്നത്? നോ ഐഡിയ. ഓക്കെ, അപ്പൊ ഐഡിയകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പൊ എനിവേ ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കുട്ടികളെടുത്ത് എന്താണ് പറയുക? അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. കാരണം പ്രധാന പ്രശ്നം വെച്ചാൽ അവരിപ്പോൾ ജെയ് എന്ന് പറഞ്ഞ വലിയ എന്തോ ഒരു സംഭവമാണ്, നമ്മളെ കൊണ്ടത് പറ്റില്ല അല്ലെ. അത് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് വീനോ. പക്ഷെ അത് വർക്ക് ചെയ്താൽ നമുക്ക് എന്താവും, പറ്റും അല്ലെ.
പിന്നെ ചില കുട്ടികൾ നല്ല ഇപ്പൊ കീമനൊക്കെ സേഫ് സ്കോർ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇനി മറ്റു ചില കുട്ടികൾ ഈ പ്ലസ് ടുവിന്റെ മാർക്ക് കുറഞ്ഞിട്ട് അവിടെ എന്താക്കുന്നുണ്ട് നിൽക്കുന്നതാണ്. ഓക്കെ. അപ്പോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിയിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവരോട് എന്താണ് ഹൃദയന് ആസ് എ ടോപ്പർ എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കാൻ വിചാരിക്കുന്നത്? കുറച്ച് റിസ്കി ആയ മൂവ് ആണെങ്കിലും, ഉം. അതായത് ഇപ്പം അത്ര താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഉം. എന്താ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉം. ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ്, ഭാവിയിൽ വരുന്ന ബെനിഫിറ്റ്സും, ഉം. അല്ലാണ്ട് ഇപ്പം ഈ കിട്ടുന്ന കോഴ്സിൽ ഒതുങ്ങി നിൽക്കുന്ന പിന്നെ ഭാവിയിൽ എന്നാ അത് വെച്ച് സഫർ ചെയ്യേണ്ട ആവശ്യമില്ലാണ്ട് എന്താക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കംഫർട്ട് സോണിൽ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പൊ പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താൽ നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല അല്ലേ? എന്റെ നഷ്ടം വരാൻ വേണ്ടി പോകുന്നു, ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളുള്ള നല്ല പൊസിഷനിലെത്താം. ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്, എനിക്ക് ഇതുവരെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. റിപ്പീറ്റ് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇക്ബാൽ സാർ റിപ്പീറ്റ് ചെയ്തോളാം, ഹെമിൻ സാർ റിപ്പീറ്റ് ചെയ്തോളാം. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതൊക്കെ കൊണ്ട് എന്തായിട്ടേ ഉള്ളൂ, ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈവൻ നമുക്ക് ഒരുപാട് നോളജ് കൂടും അല്ലെ? ഇപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച ഫിസിക്സ് ആണോ ഇപ്പോൾ ഉള്ളത് മനസ്സിന്? അല്ലല്ലോ, ആ കൺസെപ്റ്റേ മാറിയില്ലേ അല്ലെ? പണ്ട് പഠിച്ച കെമിസ്ട്രി ആണോ ഇപ്പോൾ ഉള്ളത്? അല്ല, മാത്സും അങ്ങനെയല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ജോലിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ ഫ്യൂച്ചറിൽ ആവശ്യപ്പെടുക. അപ്പൊ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ തറവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എന്താണ് ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പം റിസ്ക് അല്ല, നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്കിന്റെ റിട്ടേൺ എന്താണ്, വളരെയധികം വലുതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസിഷൻ എടുക്കുക അല്ലെ? സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക, പിന്നെ തിരിഞ്ഞു നോക്കാതെ. പിന്നെ ഹൃദയൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും എന്തുണ്ട്, ഒരുപാട് പേര് ചുറ്റൊന്നും പറയാനുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യരുത്. അത് മൈൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനവും ചെയ്യാൻ വേണ്ടി പറ്റില്ല, എടുക്കാൻ വേണ്ടി. അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല അല്ലെ? ഏതെങ്കിലും പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കോഴ്സുകൾ, അത്ര തൃപ്തി അല്ലാത്തൊരു കോളേജിൽ ചിലപ്പോൾ എന്താക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. ഓക്കെ. ഇപ്പൊ ആ റിസ്ക് എടുത്ത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അടിപൊളിയായി അല്ലെ, സൈഡിലൂടെ നടന്നു വന്നിരുന്ന ഹൃദയം നെഞ്ചും വിരിച്ചിട്ട് ഇന്ന് നേരെ നടന്നു വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾക്കും ഇതേപോലെ തന്നെ നെഞ്ചും വിരിച്ച് നടക്കാനും IIT-കളിലും NIT-കളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ടേക്ക് എ decision right now. Thank you.